ഇത് ഒരു ദിവസം രാത്രി ഒരുപാട് മീനിറച്ച 200 രൂപയ്ക്ക് 20 മീനുണ്ട് കേട്ടോ. അത് അയിലപ്പാറ, അയിലക്കണ്ണനും അയിലച്ചെമ്പേന് അങ്ങനത്തെ 3 മീനും കൂടി മിക്സ് ചെയ്ത് കണ്ടാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ കാക്കയും കൂടി സഹായിക്കുക കേട്ടോ. കാക്ക എന്താ വെച്ചാൽ കാക്കാക്ക് അതിൽ അയിലച്ചെമ്പ എടുത്തുകാണ്ട് കറി വെച്ചു. നാളേക്കൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് വെച്ചത്. അപ്പോൾ എന്നോട് കാക്ക പറഞ്ഞു ബാക്കിയുള്ള മീനൊക്കെ വെള്ളവും അതിലേക്ക് മീനും കൂടി ചേർത്തുകാണ്ട് അങ്ങനെ ഓരോ ബോക്സിലാക്കി വെച്ചാണ്, എന്നാൽ ഫ്രഷ് ഉണ്ടാവുമെന്ന്. ഞാനതെന്ത് വിചാരിച്ചു, ഞങ്ങൾക്ക് 2 പണിക്കാരാണ് ഇപ്പോൾ രാത്രി ഭക്ഷണത്തിന് ഉണ്ടാവുക. അപ്പോൾ ഞാനത് നന്നായിട്ട് വറ്റിച്ച് വെക്കാൻ വിചാരിച്ച്. കാക്കാക്ക് ഏതായാലും അതിലേക്ക് പുളി വേണമല്ലോ. ആ പുളി ഇട്ട സമയത്ത് തന്നെ ഞാൻ റാണിനോട് പറഞ്ഞു ഒന്നായിട്ട് ഞമ്മക്ക് കൂടി മീൻ വറ്റിക്കാനും കൂടിയുള്ള പുളിയും കൂടി ചേർത്തിട്ടാൾ. കാരണം അങ്ങനെ ഒന്നായിട്ട് പുളിയൊക്കെ ഇട്ട് പിഴിഞ്ഞതാട്ടാ. ആദ്യം ഞാനത് ഒന്നായിട്ട് ആ പുളിവെള്ളത്തേക്ക് ഇട്ട്, പിന്നെ പിന്നെ കാക്ക അരിഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ളിയും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് കണ്ട് ഈ പുളിവെള്ളത്തേക്ക് തക്കാളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല ഒക്കെ കൂടി ഇട്ടുകാണ്ട് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിലേക്കുള്ള ഉപ്പും. അപ്പോൾ മുളക് നല്ല എരിവുള്ള കാരണമാണ് ഞാൻ ഇപ്പോൾ മുളകും പൊടി ഇട്ട് കൊടുക്കാത്തത്. മഞ്ഞൾപ്പൊടി പിന്നെ ഇപ്പോൾ ഈ ഇവിടുന്ന് കിട്ടിയത് കിറ്റിൽ കിട്ടിയ മഞ്ഞൾപ്പൊടിയാണ്. അത് അത്യാവശ്യം ഇടാഞ്ഞാൽ തീരെ മഞ്ഞളില്ല. അപ്പോൾ ഒരു 3 ടീസ്പൂൺ മഞ്ഞളും ഇട്ടുകാണ്ട് റെഡിയാക്കി വെച്ചേക്കാണ്. പിന്നെ വെച്ചാൽ നമ്മളെ മീൻ കറീൻ്റെ കളറിന് വ്യത്യാസം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ പുളിയാണ്. അപ്പോൾ ഒരു വർഷമൊക്കെ ഇരിക്കുമ്പോൾ കറുത്ത നിറം വരും. അപ്പോൾ അതുകൊണ്ടാട്ടോ ഈ എന്ത് കറി വെച്ചാലും ഒരു കളർ ഉണ്ടാവില്ല. ഏതായാലും ആ പുളി ഇപ്പം ഇന്നത്തോടുകൂടി തീർന്ന്. അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്ത് കാണ്ട് ഞാൻ ആദ്യം എന്താ ചെയ്യൽ വെച്ചാൽ കഷ്ണങ്ങൾ അടിയിലാക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ തലഭാഗം അങ്ങനെ ഓരോ സെറ്റാക്കി വെക്കും. അപ്പം അതിൻ്റെ അടിയിൽ കൂടി ഏസക്കുട്ടി എൻ്റെ സ്റ്റാൻഡിൻ്റെ കാല് പിടിച്ച് വലിക്കാൻ വന്നേക്ക് കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെ വെച്ചാൽ ഈ വറ്റിച്ച് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുക എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പുക ഒഴിവാക്കും. ആ വറ്റിച്ച് കാണ്ട് അതിൽ ആ പുകിന് നല്ല ടേസ്റ്റ് വരും. പിന്നെ അത് നല്ലോണം സെപ്പറേറ്റ് ആയിട്ട് എടുക്കട്ടെ, തലേൻ്റെ ഉള്ളിൽ തന്നെ വെക്കൂല. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊരിക്കുക, നല്ലോണം മുരിച്ച് പൊരിക്കും ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഇത് സെറ്റാക്കിയെന്ന് വെച്ചാൽ കഷ്ണം തലേന്മേൽ കുറച്ച് കൂടുതൽ കഷ്ണം വെച്ച് കണ്ടാണ് മുറിച്ചെടുത്തേക്കാണ്. പിന്നെ എനിക്ക് അയില പറ്റൂല. അപ്പോൾ അയില കണ്ണനുണ്ട്. അപ്പോൾ അതിന്മേൽ ഞാൻ അടയാളത്തിന് വേണ്ടിയിട്ട് കുറേശ്ശെ അങ്ങനെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് ആ ചാനലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ ആരെങ്കിലും കാണുന്നവർ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ, കട്ടായി കാണാതെ കംപ്ലീറ്റ് ആക്കി കാണുക. ഞാനിവിടെ എൻ്റെ മീനിൻ്റെ കായും ചേക്കലും സെറ്റാക്കലൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ കാക്കക്ക് കാക്കയുടെ മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കാക്ക വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. മൂപ്പർക്ക് സമയം കിട്ടാത്ത കേടുള്ളൂ. എല്ലാം അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും, ഇറച്ചിയായാലും മീനായാലും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ കാക്കാൻ്റെ അതങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പാത്രത്തിൽ ചെറിയ മുളകും ചീരുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്ക ഉണ്ടാക്കിയ സ്പെഷ്യൽ മീൻകറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴൊക്കെ ഇപ്പോൾ എൻ്റെതും സെറ്റായി കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ കാക്കാൻ്റെ മീൻകറി ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. അപ്പോൾ നാളെ ഉച്ചക്കൊക്കെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ് സംഗതി. ഏതായാലും ഉച്ചക്കൊന്നും സാധനം ഉണ്ടായിട്ടില്ല. തയ്ച്ച് രാവിലെ നാളെ ഉച്ചക്കൊക്കെ കറി വെക്കണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു. ഏതായാലും മീൻകറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വാങ്ങി വെക്കാം. അപ്പോൾ ഒരടുപ്പത്ത് നമ്മളെ മീൻ വറ്റി വരാനായിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എരിവൊക്കെ കറക്റ്റാന്ന് നോക്കിയിട്ട് നല്ല തിളച്ച് വന്നതിൻ്റെ ശേഷം ഞാൻ നോക്കുള്ളൂ കേട്ടോ. പച്ചയിൽ ഞാൻ ടേസ്റ്റ് ചെയ്യൂല. ഒരു സുമാറ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം തിളച്ചതിൻ്റെ ശേഷം മാത്രമേ ഉപ്പ് എരിവും ഞാൻ കറക്റ്റാന്ന് നോക്കുള്ളൂ. അത് ഇറച്ചിയായാലും ശരി മീനായാലും ശരി. അപ്പോൾ കാക്ക ഒരടുപ്പത്ത് കാക്കാൻ്റെ മീൻ താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചപ്പോൾ കഞ്ഞിക്ക് പപ്പടും പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാക്കാക്ക് നമ്മൾ ഉണ്ടാക്കിയ കൂട്ടാൻ ബത്തൾ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് ആമൂറായിരുന്നു പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വേണ്ട. അപ്പോൾ ഇനി എന്ത് മീൻ കൊടുന്നാലും അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം കഴിക്കണം. അതിന് എന്തുണ്ടെങ്കിലും ശരി അത് അപ്പം തന്നെ കഴിക്കണം.
അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞ് കാക്ക അത് താളിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നല്ലവണ്ണം താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ചീനാമുളക് കൂടി ചെറുതാക്കി അരിഞ്ഞിട്ടും കരിവേപ്പിൻ്റെ ഇലയും ചീരുള്ളിയും കൂടി ഇട്ടിട്ടാണ് താളിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കാക്ക കഞ്ഞിക്ക് മീനും മീൻകറിയും പപ്പടമൊക്കെ കൂട്ടിക്കാണ്ട് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് സീനു വന്നത്. അപ്പോൾ സീനു എന്ത് ചെയ്തു, ഓനൊരു പിന്നെ പാത്രത്തിൽ കറിയും ബ്രെഡൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ. അത് തിന്ന് കഴിയാൻ കണ്ടാണ് അപ്പോൾ സിഫു വന്നത്. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ നാളെ ഉച്ചക്കെന്ന് പറഞ്ഞ കറിക്ക് ഒരു തീരുമാനമായി. അതാണ് ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഉച്ചക്കൊക്കെ വേറെ കറിയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നലെ 11 മണിക്കാണ് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാണ്ട് ഇവിടുന്ന് പോയത് കേട്ടോ. അപ്പോൾ ഒക്കെ ഞാൻ ഇതേമാതിരി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലോണം ചൂടാറി, അതായത് തണുത്തുക്കണ്, നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കിയാണ്ട് ഓരോ പാത്രങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വേറൊരു കാര്യങ്ങളോട് പറയാനുള്ളത്, കമൻറ്റിലൂടെ ഒരു ഇതുണ്ടായിരുന്നു, ഇഡ്ഡലിക്ക് മാവ് അരക്കുമ്പോൾ പിന്നെ അരിയും ചോറും ഉഴുന്നും കൂടി ഒപ്പം അരക്കണം എന്നൊക്കെ. ഞങ്ങളങ്ങനെ അരക്കൽ ഇങ്ങനെ അരച്ചാൽ ശരിയാവില്ല. അതേപോലെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇഡ്ഡലിൻ്റെ മേലെ ഒഴിക്കുക എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാനുസരണം ആണ് ചെയ്യൽ. ഞാനന്നൊരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഇഡ്ഡലി അതിൽ കണ്ടപ്പോൾ എനിക്ക് താത്തങ്ങൾ ഇഡ്ഡലി അരക്കണ മാവിൻ്റെ അളവൊന്ന് പറഞ്ഞു തരുമോ, ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പക്ഷേ പലരും പല മാതിരിയായിരിക്കും. ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ പലരുണ്ടെങ്കിൽ പലരും പല മാതിരിയായിരിക്കും മാവ് അരക്കൽ. അപ്പോൾ അതിനൊന്നും നെഗറ്റീവ് കമൻറ്റ് വെറുതെ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾ അരക്കണ മാതിരി ആവില്ല ഞാൻ അരക്കണ മാതിരി ആവില്ല പറയുമ്പോൾ എൻ്റെ അനിയത്തി അരക്കൽ, എൻ്റെ ആങ്ങളുടെ ഭാര്യമാർ അരക്കൽ, എൻ്റെ ഉമ്മ അരക്കൽ, ഒക്കെ പല വിധത്തിലേക്കാരം. അപ്പോൾ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് ചോദിച്ചത് ഞാൻ അരക്കണത് എങ്ങനെയെന്നാണ്. അപ്പോൾ ആ അളവാണ് ഞാൻ പറഞ്ഞു കൊടുക്കൽ. അല്ലാതെ നിങ്ങൾ അരക്കണ അളവ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ അയില വേറെയും അയിലക്കണ്ണൻ വേറെയും അതേമാതിരി തല വേറെ അതിൻ്റെ പുക വേറെയൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ അയില ഞാൻ കൂട്ടൂല. അപ്പോൾ അയിലക്കണ്ണന് വേറെ ഉണ്ട് മാറ്റി വെക്കുകയാണ്. അതിൽക്കൂടെ കൂട്ടത്തിലിട്ട് വറ്റിച്ച് വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ട് സെറ്റാക്കി വരട്ടെ. അപ്പോൾ കംപ്ലീറ്റ് കഷ്ണങ്ങൾ മാറ്റി വെക്കലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ കായം ആ ചട്ടിയിൽ നിന്ന് നല്ലവണ്ണം ഉണ്ട് തുടച്ചിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒഴിച്ച് വെക്കുക ചെയ്ത് കേട്ടോ. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ ഇനി ഇറച്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഈ ബോക്സിൽ ഓരോ തരം ബോക്സിലാക്കും ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കായമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ കറിക്ക് അരക്കണ മാതിരി തേങ്ങ അരച്ചുകാണ്ട് ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മീൻ കറീൻ്റെ എല്ലാ രുചിയും അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇങ്ങനെ കൂട്ടണം, എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഇങ്ങനെ കൂട്ടണം. പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ നല്ലോണം അടി പിടിക്കണ മാതിരി വറ്റിച്ചെടുക്കുകയും ചെയ്യരുത്. അപ്പോൾ അത് ഞാൻ ഓരോ ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. അത് പറഞ്ഞാൽ ഇന്നലത്തെ ബത്തൾ പൊരിച്ചതാണ്. അപ്പോൾ അതും ഒക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കമൻറ്റിലൂടെ അതിനുള്ള മറുപടി അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയി കാണാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.